ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുട്ട ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. മുട്ട ഓംപ്ലേറ്റും മുട്ടക്കറി എന്നൊക്കെ പറയും ഇതിന് എന്ത് പേര് വേണമെന്ന് വെച്ചാൽ നമുക്ക് വിളിക്കാം. ഇത് പക്ഷേ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും പറ്റും, പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാനും പറ്റും, അടിപൊളിയാണ്. അപ്പോൾ എന്ത് പേര് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം മതി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ, അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 കോഴിമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട വേണം, എത്ര ആൾക്കാർക്ക് കഴിക്കാനാണെന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇപ്പോൾ 2 ആൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് രണ്ടും കൂടി നന്നായി ഇങ്ങടെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കുരുമുളകൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിൽ എടുക്കാം, അതിനൊരു പ്രത്യേകിച്ച് അളവില്ല. അപ്പോൾ അതായത് മൊത്തം ഞാൻ നന്നായിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര മുട്ട എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയിരുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ 2 മുട്ടയ്ക്കുള്ള കണക്കാണ് ഞാൻ പറയണുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ അടുപ്പ് വെച്ചിട്ട് ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊരു ഓംപ്ലേറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓംപ്ലേറ്റ് നമ്മുടെ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മുട്ടയൊക്കെ വേവട്ടെ കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വട്ടത്തിലാക്കി എടുക്കാം. അപ്പോൾ അതാ എല്ലാം മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് മറിച്ചിടണം. അപ്പോൾ അതേ പതുക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മുട്ട മറിച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ മുട്ടയൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഓംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ചോറ് പോണ വഴി അറിയില്ല കേട്ടോ. സിമ്പിളാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും വേണ്ട. ഇങ്ങനെ 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ പലഹാരങ്ങൾക്കും ഈ മുട്ടയുടെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ 2 ഭാഗവും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് പീസുകളാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴത്തെ 2 ആൾക്ക് വേണ്ടിയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു സ്ക്വയർ ആക്കിയിട്ട് ഞാൻ പീസാക്കി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ സ്ക്വയറായിട്ട് പീസാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ പീസാക്കിയതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ പാനിൽ തന്നെ നമ്മൾ മുട്ട പൊരിച്ച പാൻ തന്നെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയ്ക്ക് ഒരു കുഞ്ഞ് സബോള എടുത്തിട്ടുള്ളത് അത് ചെറുതായി പീസാക്കി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ സബോള വേഗം വാടി കിട്ടും കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഒന്ന് സബോളയൊക്കെ ഒന്ന് തളർന്ന് വരിക വേണ്ട കേട്ടോ. അപ്പോൾ സബോളയൊക്കെ സെറ്റായിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി മുട്ടയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. വാടിയതിന് ശേഷം ഞാൻ ഒരു 1/2 മുറി മറ്റേ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം തക്കാളിക്ക് പകരം നിങ്ങൾ ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല, എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇടുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. കുറച്ചൊരു പുളിയും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മസാല മുളകൊക്കെ ഒന്ന് നന്നായി മൂക്കണ വിധത്തിൽ ഒന്ന് സെറ്റാക്കുക കേട്ടോ. നമുക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയുടെ പച്ചമണം മാറണ വരെ ഇതിലൊന്ന് കിടന്ന് വാടട്ടെ കേട്ടോ. നന്നായി വാട്ടിയെടുക്കണം. പച്ചമണമൊക്കെ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ ഒരു മണം നമുക്ക് പോകണം കേട്ടോ. എന്നാലാണ് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം വാടി വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട്
ഒന്ന് നമ്മുടെ ഇതൊന്ന് കുറുകി വരട്ടെ. നമുക്കൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക വേണ്ട, നമ്മൾ മുട്ട ഓംപ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സബോള വാടുമ്പോഴും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ എരിവും ഇതൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. കണ്ടോ ഇപ്പോൾ ഇതേ ഇതുപോലത്തെ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. തിക്ക് ഗ്രേവി അതിന് ശേഷം നമ്മുടെ മുട്ട പൊരിച്ചത് നമ്മളിതേ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതാ ഈ മുട്ട ഓംപ്ലേറ്റ് നമ്മൾ കട്ട് ചെയ്തതിൽ മസാല ചേർക്കാൻ രീതി പതുക്കെ ഉടഞ്ഞു പോകുന്നില്ല. പതുക്കെ നമ്മൾ മസാല ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും നമ്മൾ മസാലയൊക്കെ ഇതിൽ പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുട്ട ഓംപ്ലേറ്റിന്. നമുക്ക് ചോറുണ്ണാൻ ഇത് മാത്രം മതി. കുറച്ച് മസാലയും ഈ മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ കറികളൊന്നും വേണ്ട കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എല്ലാ മുട്ട കഷ്ണങ്ങളാക്കി എടുത്തതിലേക്ക് നമ്മുടെ മസാല അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. പതുക്കെ നമുക്ക് പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. നമ്മളധികം കുറച്ച് കനത്തിൽ തന്നെയാണല്ലോ നമ്മൾ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ട് ഒന്ന് സെറ്റായി എല്ലാം ഒന്ന് ജസ്റ്റ് കുറച്ച് 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാം അങ്ങനെ പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് എടുക്കാം. തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.